ഹായ് മക്കളെ, ഫസൽ സാറാണ്, കാക്കു സാറാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട NMMSമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണണം, അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം ശ്രദ്ധിക്കാം. NMMS എക്സാം 9 തീയതിയാണ്, മാറ്റമില്ല. ഇനി അതിലൊരു മാറ്റം വരാനും പോകുന്നില്ല. ഹാൾ ടിക്കറ്റ് ഇവരെ വന്നുപോയി. അപ്പോൾ ഇനി നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാർ എങ്ങനെ പഠിക്കണം അറിയില്ല, ടെൻഷൻ ആവുന്നുണ്ട്, പേടിയാവുന്നുണ്ട്, ഇനി കിട്ടുമോ കിട്ടാതിരിക്കുമോ, കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാം കൂടെ വട്ടാവുന്നുണ്ട്, പഠിച്ചൊക്കെ മറന്നുപോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ കാട്ടുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക, എങ്ങനെയാണ് ഓവർകം ചെയ്യുക, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ എൻ്റെ കൂടെ നിൽക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് എല്ലാവരിലേക്ക് എത്തിക്കുക. NMMS എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരത്തിൽ കൊള്ളട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് റിവിഷനാണ്. ഈ റിവിഷൻ എങ്ങനെ നടത്തണമെന്ന് നമുക്കറിയില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് മറവിയുണ്ട്, നല്ല മറവിയുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, അത് റിവിഷൻ ഇല്ലാത്ത പ്രശ്നം തന്നെയാണ്. മറവിയാണ് രണ്ടാമത്തെ പ്രശ്നം. ഓക്കെ, മറവി. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഇല്ല. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാൻ ഇല്ല, അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സാം ആലോചിച്ചുള്ള പേടി, അത് എല്ലാവർക്കുള്ള സാധനമാണ്. ഒരു ഫിയർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ താഴെ എന്ത് ചെയ്യണം, ഇടുകയും കൂടെ വേണം. കാരണം എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിനുള്ള മരുന്ന് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. റിവിഷൻ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു തരണം, മറവി എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് പറയണം, സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാവണം, അതുപോലെ പേടി എങ്ങനെ മാറ്റാം. ഓക്കെ, മാത്രമല്ല അവസാനം എക്സാം എങ്ങനെ എഴുതണം, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം. കാരണം OMR എക്സാം ആണ്. ഈ OMR എക്സാമിൽ എഴുതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതെങ്ങനെ ചെയ്യണം, അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓരോന്നായിട്ട് ഇപ്പം എനിക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ മുഴുവൻ കംപ്ലീറ്റ് ആയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ അത് ഇന്നല്ല, ഇപ്പോഴല്ല. നിങ്ങൾ വരേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നല്ല ഐശ്വര്യമുള്ള ദിവസമാണ് 1-ാം തീയതി. അതായത് 1-ാം തീയതി, 1 ഡിസംബർ 1 എന്ന് പറഞ്ഞ ഡേറ്റിന്. ഓക്കെ, ഡിസംബർ 1 സൺഡേ ആണ്. ഓക്കെ, സൺഡേ എന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ലേ, ഞായറാഴ്ച. ഓക്കെ, ആ ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് വെച്ചാൽ, ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ, അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അവസാന ഘട്ട തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം, ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയ കുട്ടീനെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ്. കൂടെ നമുക്ക് അന്ന് തന്നെ ഒരു മെൻറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു മെൻറ്റി. അപ്പോൾ ആ മെൻറ്റിയും കൂടെ നടത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ. അപ്പോൾ ആ മെൻറ്റി പ്ലസ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പറയുന്ന ആ ഒരു സെഷനിലേക്ക് നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ കുട്ടികൾ NMMS എഴുതുന്നുണ്ടോ, അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും, ആപ്പിലുള്ളവരുണ്ടായിരിക്കും, ആപ്പിൽ ഇല്ലാതെ യൂട്യൂബ് മാത്രം കാണുന്നവരുണ്ടായിരിക്കും. അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അവസാനം ഏകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NMMS കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും NMMS കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പഠിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണ് NMMS. അതിന് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരും. എന്നാന്ന് മറക്കണ്ട, ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം മറക്കാതെ എന്നൊക്കെ പറയില്ലേ, നേരെ അങ്ങ് കയറി വരാം. അപ്പൊ നമുക്ക് അവിടെ കാണാം. ബാക്കി കഥകൾ അവിടെ ഞാൻ പറയും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാനങ്ങ് പോവാണ്. ഒരു പേടിയും വേണ്ട, എല്ലാ മരുന്നും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ടാറ്റ, ബൈ, സീ യു.